ഹായ് ഹലോ പ്രിയ പ്രേക്ഷകർ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കണ്ടന്റ് ഒക്കെ ഇട്ടിട്ട് ഒരുപാട് ദിവസമായി എന്നറിയാം. തിരക്കാണ് മെയിൻ ആയിട്ടുള്ളത് എന്ന് പറയുന്നത്. മറ്റു ചില വർക്കുകളും യൂട്യൂബിന്റെ വർക്കുകളൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ടാണ്. മറ്റു പെയ്ഡ് വർക്കുകളൊക്കെ വരുന്നുണ്ട് ഒരുപാട്. അപ്പൊ അതിന്റെ ഒക്കെ തിരക്കായിട്ട് ചിലപ്പം വീഡിയോ ഇടാൻ ഇങ്ങനെ ലേറ്റ് ആവുന്നതാണ്. മറ്റു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ മറ്റു യൂട്യൂബേഴ്സ് ഒക്കെ ഇടുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കണ്ടന്റ് ഒന്ന് ഡിലേ ആയത്. കണ്ടന്റ് തുടർച്ചയായി ഇടാൻ ശ്രമിക്കാം. ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് എങ്ങനെ വീഡിയോ കൊളാബ് ചെയ്യാം എന്നാണ്. ഞാൻ എങ്ങനെ വീഡിയോ കൊളാബ് ചെയ്യാം എന്ന് പറയുമ്പോൾ പലരും ഇങ്ങനെ ആലോചിക്കും, ഇയാൾ ഈ കൊളാബിനൊക്കെ എതിരായിരുന്നല്ലോ എന്നുള്ളത്. ഞാൻ എതിരാണ് എന്നല്ല പറയുന്നത്. കൊളാബ് ഗ്രീൻ സ്ക്രീൻ ഒക്കെ ഉപയോഗിക്കുന്നതിന് ഞാൻ എതിരെന്ന് പറഞ്ഞാൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയാണ്. അത്തരം വീഡിയോസുകൾ ഇടുന്നവർ പിന്നെ അത്തരം വീഡിയോസുകൾ ഇടുന്നതിനോടാണ് എനിക്ക് എതിർപ്പ്. കാരണം സ്വന്തമായി അവരുടേതായ ഒരു കഴിവുകളും അതിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഞാൻ അതിനെതിരെ എന്നല്ല. അപ്പൊ ഇന്ന് പലരും നമ്മളോട് ഇങ്ങനെ കൊളാബ് ചെയ്യുന്ന വീഡിയോസ് എങ്ങനെയാണ് ഒന്ന് വ്യക്തമായിട്ടൊന്ന് ഇടുമോ എന്നൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊളാബ് ചെയ്യുന്ന വീഡിയോസ് ഇടുന്നത്. ഇതിൽ ഞാൻ കൊളാബ് എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോസ് ഇടാം. അടുത്ത ദിവസങ്ങളായിട്ട് ഞാൻ എങ്ങനെയാണ് ഈ ഗ്രീൻ സ്ക്രീൻ വീഡിയോസ് എങ്ങനെ ഇടാം എന്നുള്ളതൊക്കെ അതൊക്കെ അടുത്ത വീഡിയോസിലായി ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ഈ വീഡിയോസ് പറയാൻ കാരണം ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വന്ന് ചേരുന്നുണ്ട്. അതിൽ ഇപ്പോഴും ചേരുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മളിങ്ങനെ ഡിസ്കസുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. 1-ാം തീയതി മുതലിച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് 250 പേര് എന്നുള്ളത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. എത്ര പേർക്ക് വേണമെങ്കിലും വരാം. 1-ാം തീയതി വരെ 1-ാം തീയതിയാണ് നമ്മളത് മാർച്ച് 1-ാം തീയതിയാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. തികച്ചും ഫ്രീ ആണ് കേട്ടോ. എങ്ങനെ തമ്പനയിലൊക്കെ ഉണ്ടാക്കാം, എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ആദ്യ കാലങ്ങളിൽ പഠിപ്പിച്ചു തന്നിട്ട് ഒരു 50 ദിവസം കൊണ്ട് നമുക്ക് മാക്സിമം വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് മോണിറ്റൈസേഷൻ 50 ദിവസത്തിനുള്ളിൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കുക എന്നുള്ള ഒരു യജ്ഞം പോലെയുള്ള ഒരു സംഭവമാണത്. അപ്പൊ താല്പര്യമുള്ളവർ മുകളിൽ നമ്പർ ഉണ്ട്, അതിലൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് ഒരുവിധം അറിയുന്നവരൊക്കെ, അറിയാത്തവർക്ക് വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. കാരണം ഇത് തികച്ചും ഫ്രീ ആണ്, ക്യാഷ് ഒന്നും വാങ്ങുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് അറിയാത്ത ആളുകളാണ് ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ളത് എന്നാണ് ഏറ്റവും വലിയ രസം. അപ്പൊ അവരുടെയൊക്കെ ഒരു സ്നേഹം കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും പലപ്പോഴും. കാരണം നമ്മൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ഒരു തമ്പനയിൽ ഉണ്ടാക്കിയാൽ അവരുടെ അതിന്റെ ഒരു ഭംഗി, പല പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും അവർ തന്നെ അത് ആസ്വദിച്ചിട്ട് അതിന്റെ ഒരു ഭംഗി അവർ തന്നെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി അത് വേറെ തന്നെയാണ്. അപ്പൊ എത്ര തന്നെ നമുക്ക് പൈസ തന്നാലും അതിനപ്പുറത്തേക്കുള്ള ഒരു ആനന്ദമാണ് എനിക്ക് അതിൽ കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പൊ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത് കൊളാബ് എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോസ് ആയിരുന്നു. അപ്പൊ നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോകാം. വീഡിയോസിന് ശേഷം ഞാൻ കൊളാബി കൊണ്ടുള്ള എന്തുകൊണ്ടൊക്കെയാണ് കൊളാബ് നല്ലത് എന്നും ചീത്തത് എന്നും പറയാം. ഈ കൊളാബിനെ പറ്റി പറയുന്നതിന് മുന്നോടിയായി ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോരോ ചാനലിൽ പോയി ഇറക്കുന്ന ആളുകളൊക്കെ ഇല്ല, അവർക്ക് ഏറ്റവും ബെറ്റർ പരിപാടി ഇതാണ്. കാരണം അവർ എഴുതി ഉണ്ടാക്കി എന്നെ സപ്പോർട്ട് ചെയ്യൂ, നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യാം, നിങ്ങൾ എനിക്ക് സബ് ചെയ്യൂ, എനിക്ക് നിങ്ങൾ സബ് ചെയ്യൂ എന്നൊക്കെ ചെയ്യുന്നവർക്ക് കൊളാബൊക്കെയാണ് ഏറ്റവും നല്ലത്. കാരണം മറ്റുള്ളവന്റെ കണ്ടന്റ് ആണെങ്കിൽ പോലും സ്വന്തം മുഖം കാണിച്ച് ഹായ്, ഹലോ, സൂപ്പർ ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ടല്ലോ, ഓഹോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സബ് കിട്ടും. അപ്പൊ നിങ്ങളെ ചാനലിന് വലുതായ വലിയ കേടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലേനും ഓർഗാനിക് ആയിട്ടുള്ള സബ് ഷോർട്സിൽ നിങ്ങൾക്ക് കിട്ടും. മെയിൻ വീഡിയോസിന് ഉണ്ടാവില്ല സബ്, എങ്കിലും ഒരു കൗണ്ട് ആയിട്ട് എടുക്കാം. അപ്പോൾ മാക്സിമം നിങ്ങൾ അത്തരത്തിലുള്ള യാചന ഒഴിവാക്കാനാണ് ഞാൻ പറയുന്നത്. യാചനക്കാർ ഇതിലേക്കും കൂടെ ഒന്ന് തിരിയാന്നുള്ളതാണ്. 2025 ആയിട്ട് പോലും ഈ യാചനക്ക് ഒരു ഇതും ഞാൻ യാചിക്കുന്ന ആളുകളുടെ ഇത് ഇനിയും അതായിട്ടില്ല എന്നുള്ളതാണ്. പല അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് യൂട്യൂബിൽ, എങ്കിലും അവരത് തിരിച്ചറിയുന്നില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. ഇപ്പോഴും വാച്ചിങ് അവർ കയറ്റുന്നവരും ഒക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നു. വാച്ചിങ് അവർ കയറ്റരുതേ എന്ന് പറയുന്നവർ തന്നെ വാച്ചിങ് അവർ കയറ്റി കൊടുക്കുന്നു. ഇതൊക്കെ നിരന്തരമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഓരോരോ വീഡിയോസും ഞാൻ ഉള്ള ഗ്യാപ്പിൽ കുത്തിക്കയറ്റി പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുതേ എന്നുള്ളതാണ്. ഇതിന്റെ ഒരു ഭീകരത എനിക്ക് മനസ്സിലാവുന്നു. നമ്മൾ സ്വന്തമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഇങ്ങനെ തുടങ്ങി അതിലുള്ള ഒരുപാട് അപ്പാവി ജനങ്ങൾ, പാവപ്പെട്ടവർ, ഒന്നും അറിയാത്തവരൊക്കെ ഇതിലൊക്കെ ഇരയായവരും ഒക്കെ നമ്മളോട് കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. ഏതായാലും കൊളാബ് വീഡിയോസിലേക്ക് നമുക്ക് നേരിട്ട് പോകാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വളരെ 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 ഈസിയാണ് ഇത്. ഒന്നും അറിയാത്തവർക്ക് ഇത്തരം വീഡിയോസുകൾ ഇട്ട് മുന്നോട്ട് പോകാം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു, ഇത്തരം വീഡിയോസുകൾ ഇട്ടിട്ട് 10,000-30,000 രൂപ സമ്പാദിക്കുന്നവരുണ്ട്, 10,000 20,000 ഒക്കെ മന്ത്ലി ഉണ്ടാക്കുന്നവരുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇത്തരം വീഡിയോസ് ഇട്ടിട്ട് മോണിറ്റൈസേഷൻ ആവാത്തവരുണ്ട്, അതും വേണമെങ്കിൽ പറയാം. ഇടയ്ക്കിടക്കൊക്കെ അവരുടെ
കൊളാബ് വീഡിയോ ചെയ്യുന്നവരുടെ മോണിറ്റൈസേഷൻ പോകുന്നുമുണ്ട്. പക്ഷെ അത് യൂട്യൂബ് തന്നെ നമുക്ക് തന്ന ഒരു ഓപ്ഷനാണ് ഇത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇതിന്റെ പോരായ്മകളും കാര്യങ്ങളും ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം പറയാം. നേരിട്ട് നമുക്ക് വീഡിയോസിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾ ആ റൗണ്ടിൽ കാണുന്ന പ്ലസ്സിൽ ജസ്റ്റ് ഒന്ന് അമർത്തുക. അപ്പോൾ ഇങ്ങനെ കാണാം നിങ്ങൾക്ക്. അതിൽ കൊളാബ് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. ഒരുപാട് സംഭവങ്ങൾ അവിടെ യൂസ് സൗണ്ട് എന്നൊക്കെ കാണിക്കുന്നില്ല, ഗ്രീൻ സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കൊളാബ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. അത് നമ്മൾ കൊളാബ് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരാം, കണ്ടില്ലേ? ഇതിൽ നമ്മൾ ഒരു 12 സെക്കൻഡിൻ്റെയൊക്കെയാണ് എടുക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് അടിച്ചാൽ മതി. ഇതിൽ അവർ നെക്സ്റ്റ് എന്ന് കാണിക്കുന്നില്ല, ഏറ്റവും അടിയിൽ വൈറ്റ് ആയിട്ട് കാണിക്കുന്നില്ലേ. അപ്പോൾ നമുക്ക് ക്യാമറ ബട്ടൺ ഓൺ ആയി വരും, ഒരു റെഡ് കളർ. ആ റെഡ് ക്യാമറ ജസ്റ്റ് ഒന്ന് അമർത്തുക, അത്രയേ ഉള്ളൂ. നിങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും പലരും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരക്കാർക്കുള്ള ഏറ്റവും നല്ല ഒരു മറുപടിയാണിത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഏതായാലും അതൊന്ന് കണ്ടു നോക്കാം നമുക്ക്. നിങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും പലരും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരക്കാർക്കുള്ള ഏറ്റവും നല്ല ഒരു മറുപടിയാണിത്. നെക്സ്റ്റ്, ഇവിടെ നിങ്ങൾ ക്യാപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ഇവിടെ ഹാഷ്ടാഗ് കൊടുത്തോളൂ. ലൊക്കേഷൻ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ലൊക്കേഷൻ എന്നുള്ളത് തിരുപ്പതി എന്നുള്ളത് കൊടുത്തു. സെലക്ട് ഓഡിയൻസ് എന്നുള്ളത് ഞാൻ കൊടുത്തു. റിലേറ്റഡ് വീഡിയോസ് എന്നുള്ളത് നമുക്ക് ഏതെങ്കിലും ഒരു റിലേറ്റഡ് വീഡിയോസിൻ്റെ കൊടുക്കാം. ഞാനത് റിലേറ്റഡ് ഇവരെ തെറി പറയാൻ എന്നുള്ളത് റിലേറ്റഡ് കൊടുത്തു. അലോ റീമിക്സ് അത് ഓണാണ്, അത് നമ്മളെല്ലാവരും കൊടുക്കണം കേട്ടോ. പെയ്ഡ് പ്രൊമോഷൻ ആണോ, നോ എന്നുള്ളത് കൊടുത്തു. അൾട്ടേഡ് കണ്ടൻറ്റ് നോ എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഓൺ ഡ്രാഫ്റ്റിലിടുന്നു. വീഡിയോ ഓണാണ്, അപ്ലോഡ് വീഡിയോ എന്നുള്ളത് നമ്മൾ കൊടുത്തു. ഓക്കെ, നമ്മൾ അൺലിസ്റ്റഡ് ആക്കിയത് സാധാരണ പോലെ അപ്ലോഡ് ചെയ്തതിന് ശേഷം എല്ലാ വീഡിയോസിൻ്റെ പോലെ നമ്മൾ ഇനി YT സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. YT സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോസ് ഇങ്ങനെ കാണാൻ പറ്റും അവിടെ കിടക്കുന്നത്. അത് ഓൺ ചെയ്യുക. അതുപോലെ അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുക. ഹാഷ്ടാഗും പിന്നെ കീവേഡ്സുകളും കാര്യങ്ങളും എല്ലാം കൊടുക്കുക. എന്നിട്ട് എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കിയതിന് ശേഷം പബ്ലിക് ആക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഞാനിത് പബ്ലിക് ആക്കിയതൊന്ന് കാണിച്ചു തരാം. നിങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും പലരും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരക്കാർക്കുള്ള ഏറ്റവും നല്ല ഒരു മറുപടിയാണിത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇത്രയേ ഉള്ളൂ കൊളാബ് വീഡിയോസ് ചെയ്യുക എന്നുള്ളത്. ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിന്റെ പൂർണ്ണ കൺട്രോൾ ഇതിന്റെ ഒറിജിനൽ ക്രിയേറ്ററുടെ കയ്യിലാണ് എന്നുള്ളതാണ്. യൂട്യൂബിനേക്കാൾ നമ്മുടെ ഈ ഫെയർ യൂസ് ഒക്കെ പോലെ. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ ഫെയർ യൂസ് എന്നുള്ളത്? നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർക്ക് ഇടാൻ ഉള്ള അവകാശം അതിനെയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം. അത് നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റഡി പർപ്പസ് ആയാലും അല്ലെങ്കിൽ മറ്റു പല ഇതിനു വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതന്നെ യൂട്യൂബിൽ പറയുന്ന ഒരു വേർഡാണ് ഫെയർ യൂസ്. അതുപോലെയുള്ള ഒരു സംഭവം തന്നെയാണ് ഇതും. അപ്പൊ ഈ കൊളാബ് ചെയ്യുന്നത് നമ്മൾ കൊളാബ് ചെയ്യുമ്പോൾ അതിന്റെ പൂർണ്ണ ഇത് എന്ന് പറയുന്നത് യൂട്യൂബിനേക്കാൾ അതിന്റെ ക്രിയേറ്റർക്കായിരിക്കും അതിന്റെ ഒറിജിനൽ ക്രിയേറ്റർക്കായിരിക്കും യൂട്യൂബിനേക്കാൾ അതിൽ അധികാരമുള്ളത് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു ഇതെന്തെന്ന് വെച്ചാൽ ഇത്തരം വീഡിയോസുകൾ ചെയ്യുന്നവർ അവരുടെ ഒരു പുതിയ ഒരു ഘട്ടത്തിലേക്ക് അവർക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അവർ അതിൽ തന്നെ മറ്റുള്ളവരുടെ വീഡിയോസിന് വെറുതെ ചുണ്ടനക്കുകയല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോസിന് വേണ്ടി ഹായ് സൂപ്പർ നൈസ് എന്ന് മാത്രം പറയാണ്. ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞതൊക്കെ പിന്നെയും എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റിവിറ്റി ഉണ്ടെന്ന് വെക്കാം. നിങ്ങളിപ്പോ കണ്ടില്ല ഞാൻ വീഡിയോ ചെയ്തത്, അതിലൊക്കെ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന ടീംസ് ഉണ്ട്, ഒന്നും മിണ്ടാതെയൊക്കെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ ക്രിയേറ്റിവിറ്റി ഇതിൽ കാണിക്കണം, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോ ഇതാണ് സംഭവം. അപ്പൊ ഇത്തരം നമ്മുടെ സ്വന്തം ഇപ്പൊ നമ്മൾ ഇതിന്റെ മൈനസ് പറയാ എന്തെങ്കിലും പറയണ്ടേ എന്ന് കരുതിക്കൊണ്ട് പറയാണ്. ഈ ക്രിയേറ്റിവിറ്റി എന്ന സംഭവത്തെ നശിപ്പിച്ച് കളയും ഒരു മനുഷ്യന്റെ എന്നുള്ളതാണ്. കാരണം ഈ ഒരു വീഡിയോസിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പൂർണ്ണ അവകാശം ഉണ്ടാകുമ്പോൾ ഇടക്കും തലക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലും നമ്മുടെ മോണിറ്റൈസേഷൻ നഷ്ടമാവലൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ഏറ്റവും ഈ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടതിൽ വെച്ച് കേട്ടോ, ഞാൻ കണ്ടതിൽ വെച്ചാണ്, അല്ലാതെ അതിനേക്കാൾ വലിയ ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. ഈ ശരിക്കും കൊളാബൊക്കെ ചെയ്യുന്നതിൽ ഷബാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ. അപ്പൊ അദ്ദേഹമൊക്കെ ഇതിൽ പുലിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇതിനൊക്കെ വരുമാനം ഉണ്ടാക്കുന്നവരായിരിക്കാം. ഓക്കെ,
അപ്പോ ഇത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്നവരും നിരവധി പേരുണ്ട്. എൻ്റെ സബിലുള്ളവരും ഇഷ്ടം പോലെ ആളുകളൊക്കെ ഉണ്ട്. ഇതിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് യൂട്യൂബ് നമുക്ക് തരുന്ന ഓപ്ഷനാണ്. യൂട്യൂബ് നമ്മളോട് ചെയ്യാൻ പറയുന്നതാണ്. വളരെ ഈസിയാണ്. ക്രിയേറ്റിവിറ്റി ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വെറുതെ ഇങ്ങനെ നിന്ന് വർത്താനം പറഞ്ഞ് ചെയ്യാൻ പറ്റും. വെറുതെ അതാണ് ഞാൻ പറഞ്ഞു, യാചിക്കുന്നവർക്കൊക്കെ വളരെ ഇതാണ് നല്ലത് അതിനേക്കാൾ എന്നുള്ളത്. നമ്മള് പിന്നെ യാചിക്കുന്നവരോട് നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി വരുന്നവരോട് നമ്മൾ പറയില്ലേ, പണിയെടുത്ത് ജീവിച്ചു വിടുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഞാൻ ഇവരോടും പറയുന്നത്. നിങ്ങൾ യാചിക്കുന്നതിനേക്കാൾ നല്ലത് ഇതൊക്കെ ചെയ്യുന്നതാണ്. കൊളാബൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് യൂട്യൂബ് തരുന്ന ഓപ്ഷനും കൂടെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഗാനിക് ആയിട്ടുള്ള സബ്ബൊക്കെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. അപ്പൊ ഇതിനും നല്ല കിടിലമായിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. വരുന്നതിന് മുന്നോടിയായി നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ബന്ധപ്പെടുക. ഒന്നും അറിയാത്തവർക്കുള്ള വേണ്ടിയിട്ടുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് കേട്ടോ. ഇതൊരിക്കലും നിങ്ങളുടെ വാച്ചിങ് അവർ കൂട്ടാനോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനോ ഒന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അതല്ല. ആ ഒരു ഗ്രൂപ്പിൽ വന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ, എക്സസൈസ് പോലെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഇതിങ്ങനെയാണ്, അതിങ്ങനെയാണ്, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന് യൂട്യൂബിന്റെ ഏകദേശം ഇങ്ങനെയാണെന്ന് പഠിപ്പിച്ച് നമ്മൾ തുടർച്ചയായി വീഡിയോസ് ഇട്ട് പോവുക എന്ന് കുറച്ച കാലത്തേക്ക് എന്നുള്ള ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രിയപ്പെട്ടവരെ, താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ നമ്പർ നിങ്ങൾക്ക് ഒന്നും കൂടെ എന്റെ വാട്സപ്പിൽ എന്നെ പേഴ്സണലായിട്ട് ബന്ധപ്പെടാം. സ്ത്രീകൾക്ക് വേറെയും ജെൻസിന് വേറെയും ഗ്രൂപ്പായിരിക്കും. അപ്പൊ മുകളിൽ പറഞ്ഞതുപോലെ കിടിലമായ മറ്റൊരു വീഡിയോസുമായി കാണാം. അതുവരേക്കും ബൈ.